വീർ സവർക്കർ ചോദ്യപേപ്പർ വിഷയത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് കോടതി. ഹജ്ജ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പൊതുസമൂഹത്തിന്റെ വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു സർക്കാരിന്റെ ഈ നടപടി. ഇപ്പോൾ നിയമവ്യവസ്ഥയും സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് കോടതി. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, വീർ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുമ്പളം ഉപജില്ലയിലെ ഗുരുപ്രസാദ് റായ് എന്ന അധ്യാപകനെതിരെ നടപടിയുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. ഈ തനിക്കെതിരായിട്ടുള്ള സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അധ്യാപകൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ സർക്കാരിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഉന്നയിച്ചത്. ചോദ്യം തെറ്റാണെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാനാകുമോ എന്നുള്ളതായിരുന്നു രണ്ടാമതായിട്ട് സർക്കാർ ചോദ്യമായിട്ട് ഉന്നയിച്ചത്. ഈ സസ്പെൻഷനുള്ള കാരണം വ്യക്തമായും ഹൈക്കോടതി അറിയിക്കണമെന്നുള്ളതാണ് നിലവിൽ സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വിശദീകരണം ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് വീണ്ടും പരിഗണിക്കാനായി. രേഷ്മ, ഇവിടെ ഒരു ചരിത്ര സത്യമാണ് അധ്യാപകൻ തുറന്നുകാട്ടിയത്. കാസർഗോഡ് അധ്യാപകന്റെ നടപടിക്ക് പിന്നിലുള്ള അധ്യാപകനെതിരായ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലാണ്. ചില ജിഹാദി ശക്തികളെ പ്രീതിപ്പെടുത്താനുള്ള തിരക്കിട്ട നീക്കമാണ് നടന്നത് എന്നുള്ള വിമർശനങ്ങളടക്കമുണ്ടായിരുന്നു. ഇത് സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും പോയത്. ഇപ്പോൾ നീതിപീഠവും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സ്വാഭാവികമായും എത്തുകയാണല്ലേ? സുരേഷ്, ഈ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഹൈക്കോടതിയിൽ നിന്ന് നടന്നത്. അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ നടപടി ശിക്ഷാ നടപടിയായിട്ടാണോ കണക്കാക്കാൻ സാധിക്കുക? അതോടൊപ്പം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഇതിന് പിറകിലുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി പരിശോധിച്ചത്. അതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച വേളയിൽ കൃത്യമായിട്ട് മറുപടി നൽകാൻ സർക്കാരിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് രേഖാമൂലം ഒരു മറുപടി നൽകാനായിട്ട്, വിശദീകരണം നൽകാനായിട്ട് സാവകാശം സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിവാദങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളുണ്ട്. കാരണം ചരിത്രപരമായിട്ട് ഈ ചോദ്യം തെറ്റാണെന്ന് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പോലും കാരണമായിട്ട് സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് ഈ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമെന്ന് നമുക്ക് വ്യക്തമായും പറയാനാകുന്ന ഒരു തെളിവ്. മറ്റൊന്ന്, ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ വളച്ചൊടിക്കാനായിട്ടുള്ള ചില ആളുകളുടെ ശ്രമം, അതും ഇതിന് പിന്നിലുണ്ട്. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം, അതായത് ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാർ തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ തടവിലാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വീർ സവർക്കറാണ്. ആ ഉത്തരം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസഹിഷ്ണുത തന്നെയാണ് ഈ വിവാദങ്ങൾക്കും ഈ നടപടിയിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഈ ഹർജിയിൽ അധ്യാപകൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാദമുണ്ട്. ഈ ചരിത്രപരമായിട്ട് ഈ ചോദ്യം തെറ്റാണെന്ന് ഒരു വിശദീകരണമോ കാരണമോ കാണിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാന വാദമായിട്ട് ഹർജിക്കാരൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് തനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്, ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാദമായിട്ട് മറ്റൊരു ഘട്ടത്തിൽ അധ്യാപകൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സസ്പെൻഷൻ നടപടി അത് നിയമപരമാണോ, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, നിയമവിരുദ്ധമുണ്ടോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തേടിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ വിഷയം ഹൈക്കോടതി വ്യക്തമായി പരിഗണിക്കും. എന്തായാലും